വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂറോനെ കുറിച്ചാണ്. യൂറോൻ്റെ ഒരു ഓവർവ്യൂ, യൂറോയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത് ഞാനൊരു പോഡ്കാസ്റ്റ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ലെങ്തി ആയിരിക്കും, അപ്പോൾ ഇത് കട്ടുണ്ടായിരിക്കുമല്ലോ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ യൂറോ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ടോപ്പിക്ക്, അതായത് പല കാരണങ്ങളാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്ത് ശീലമില്ലാത്ത ടോപ്പിക്കുണ്ട്. അതായത് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ട്രാൻസ്ഫർ ന്യൂസൊക്കെ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ തന്നെ ആയിരിക്കും വീഡിയോ പ്രസൻറ്റ് ചെയ്യുക. ഇടയ്ക്ക് നമുക്ക് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആരെ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ യൂറോ കപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് അപ്സെറ്റുകൾ, ഒരുപാട് ആഘോഷങ്ങൾ, ഒരുപാട് കണ്ണീരുകൾ എല്ലാം നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അട്ടിമറികൾ കണ്ടു കഴിഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞു, ലാസ്റ്റ് മിനിറ്റ് ഗോളുകൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം, അതായത് കറുത്ത കുതിരകൾ. ഫസ്റ്റ് നമുക്ക് കറുത്ത കുതിരകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് ഓസ്ട്രിയനെ കുറിച്ചും അതുപോലെ തന്നെ ജോർജിയനെ കുറിച്ചുമാണ്. അപ്പോൾ ഓസ്ട്രിയയിലേക്ക് വരുന്ന സമയത്ത് ആരാണ് ഓസ്ട്രിയൻ്റെ മാനേജർ? ഓസ്ട്രിയൻ്റെ മാനേജർ റാൾഫ് റാഗ്നിക്കാണ്. റാൾഫ് റാഗ്നിക് എന്ന മനുഷ്യൻ ഹോഫൻഹൈമിൻ്റെ മാനേജറായിരുന്നു, RB ലൈപ്സിഗിൻ്റെ മാനേജറായിരുന്നു. പിന്നീട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്പോർട്ടിംഗ് സൈഡിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ഒലെ ഗുണ്ണാർ സോൾഷ്യാറിന് സാക്ക് കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഇടക്കാല മാനേജറായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ശരിക്കും വലിയ ഹേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരു സത്യാവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് യുണൈറ്റഡിൽ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പറ്റിയില്ല. അദ്ദേഹം ഇടക്കാല മാനേജറാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷകളും അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രോപ്പർ മാനേജറല്ല. അപ്പം അതൊക്കെ ഇപ്പം കുത്തിപ്പൊക്കിയിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. എനിവേ, അത് നമ്മളുടെ ടോപ്പിക്കല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷ വന്നു. പക്ഷേ പ്രതീക്ഷകളെ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഓഫ് കോഴ്സ് പറ്റൂല, കാരണം അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ്. അത്രയും ടോക്സിക് എൻവറോൺമെൻറ്റാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഏത് മാനേജർ വന്നാലും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഹൊസെ മൊറീഞ്ഞോൻ്റെ കഥ പോലും നമുക്കറിയാലോ. അപ്പം പിന്നെ റാൾഫ് റാഗ്നിക്കിൻ്റെ പറയാതിരിക്കുക ഭേദം. അപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ടാണ് അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം യുണൈറ്റഡിൽ നിന്ന് വിട്ടുവരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ടീമിന് വേണമെന്ന്. അപ്പോൾ അത് പതിയെ നടക്കും നമുക്ക് വിചാരിക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ ടീമിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹാലൻഡിനെ പോലത്തെ, ഹൂലിയൻ അൽവാരസിനെ പോലത്തെയൊക്കെ. അതിൽ ഹാലൻഡിനൊക്കെ യുണൈറ്റഡ് ആയ കാലത്ത് വിചാരിച്ചെങ്കിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു, ഒലേൻ്റെ സമയത്തൊക്കെ. കാരണം ഒലെ ഓൾറെഡി ഹാലൻഡിനെ പരിശീലിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസൊക്കെ മുന്നിലുണ്ടായിരുന്നു. എനിവേ, അത് ഗ്ലേസേഴ്സ് സീരിയസ് ആക്കി എടുത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ വിട്ട് ഓസ്ട്രിയയിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബയൺ മ്യൂണിക്കിൻ്റെ ഓഫർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോഴും കുറേ ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് യുണൈറ്റഡിൽ വന്നിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന ആ ചങ്ങാനെ ബയൺ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം അവർ ശരിക്കും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും നമ്മുടെ റാൾഫ് റാഗ്നിക്കുമായിട്ട് ഫെമിലിയർ അല്ല എന്നുള്ളതാണ് സത്യം. റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ ഒരു മോഡേൺ ജർമ്മൻ ഫുട്ബോൾ, ആ ഒരു ഹെവി മെറ്റൽ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന മനുഷ്യനാണ്. അതായത് ഓപ്പണൻസിൻ്റെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ബോൾ തിരിച്ചെടുക്കുക ഹൈ പ്രസ്സിങ്ങിലൂടെ, ആൻഡ് അതേ ഇൻറ്റൻസിറ്റിയിൽ കൗണ്ടർ അറ്റാക്ക് ലോഞ്ച് ചെയ്ത് ഗോൾ അടിക്കുക. ഇതാണ് അവരുടെ ബേസിക് ഫിലോസഫി. ക്ലോപ്പൊക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഫിലോസഫി. അപ്പം ആ ഫിലോസഫീൻ്റെ അത് കട്ടക്ക് ഫോളോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ശരിക്കും റാൾഫ് റാഗ്നിക്ക്. അത് തന്നെയാണ് അദ്ദേഹം ഓസ്ട്രിയൻ സ്ക്വാഡിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഓസ്ട്രിയ ഫ്രാൻസും പോളണ്ടും നെതർലാൻഡും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ടോപ്പേഴ്സായിട്ട് ഫിനിഷ് ചെയ്യുകയാണ്. ഒരിക്കലും നിസ്സാരമായിട്ടുള്ള കാര്യമില്ലത്. അവർ എന്താ പറയുക, ഫസ്റ്റ് ഫ്രാൻസിനോട് തോക്കുന്നുണ്ട്. അത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കി എസ്കേപ്പ് ആയിരുന്നു. ആ ഒരു തോൽവി ആ ഒരു ജയം എന്ന് പറയുന്നത്. അന്ന് ഓസ്ട്രിയൻ ആയിരുന്നു ശരിക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ, അന്ന് അവർ തോറ്റു. പിന്നീട് നല്ല പെർഫോമൻസ് കാണിച്ചിട്ട് അവർ ഗ്രൂപ്പിൽ ടോപ്പ് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂറോ കപ്പിൻ്റെ ടോപ്പ് ഫേവറേറ്റ്സിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ടോപ്പ് 6 വരുന്ന ടീമാണ് ഡെഫിനറ്റ്ലി നെതർലാൻഡ്സും അതുപോലെ തന്നെ ഫ്രാൻസും. ഈ രണ്ട് ടീമും. അതുപോലെ പോളണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. സിലൻസ്കിനെ പോലത്തെ, ലെവൻഡോസ്കിനെ പോലത്തെ. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഇവരൊക്കെ മറികടന്നിട്ട് ഇവർ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു മാനേജറെ കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, അലാബ ഇല്ലാതാണ് അവർ ഈ ഒരു വലിയ അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നാണ്. അപ്പം അലാബയിലൊക്കെ 21 യൂറോ കപ്പിൽ ഇവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അലാബ ഇല്ലാതെ
ആസ് എ ടീം എന്ന രീതിക്ക് വർക്ക് ചെയ്തുകൊണ്ട് മാനേജറുടെ ഫിലോസഫിക്കൊത്ത് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിക്കുള്ളൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിന് ഡെഫിനറ്റ്ലി ക്രെഡിറ്റ്സ് അറിയിക്കുന്നത് നമ്മുടെ റാൽഫ് റാഗ്നിക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ പ്ലേയേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും അവരുടെ ഒരു ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റിയും ഡിഫൻസീവ് ക്വാളിറ്റി ഒക്കെ കാണിച്ചിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഡിഫൻസ് പലപ്പോഴും പതറുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന മത്സരമാണ് ആ ഒരു നെതർലാൻഡ്സ് വേഴ്സസ് ഓസ്ട്രിയ മാച്ച്. ഫസ്റ്റ് അവർ മാലൻ്റെ ഓൺ ഗോളിൽ ലീഡ് ചെയ്യുന്നു, പിന്നീട് നെതർലാൻഡ്സ് ഗ്യാക്പോയിലൂടെ തിരിച്ചടിക്കുന്നു. നെതർലാൻഡ്സിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. പിന്നെ എന്താ പറയുക, വീണ്ടും ഓസ്ട്രിയ ഗോൾ അടിക്കുന്ന ഷ്മിഡിലൂടെ, പിന്നെ അതിന് റിട്ടേൺ അടിക്കുന്നത് ഡീപ്പയാണ്. പിന്നെ ഫൈനലി 3-2 മാച്ച് എത്തിക്കുന്ന ആ ഒരു ഗോൾ അടിക്കുന്നത് സാബിറ്റ്സറാണ്. സാബിറ്റ്സർ ആ ഗോൾ അടിച്ച് കയറ്റി, അത് അടിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ആംഗിളല്ല, പക്ഷേ സാബിറ്റ്സറിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ലീഡർഷിപ്പ്. എന്നിട്ട് ആളുടെ ഒരു കാം ആൻഡ് കൂൾ സെലിബ്രേഷനും കൂടിയുണ്ട്. അതായത് ഇതൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന പരിപാടിയാണ്, അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അത്തരത്തിൽ ഉള്ളത് കാണിക്കുന്ന ഒരു സെലിബ്രേഷനാണ് നമ്മൾ ശരിക്കും സാബിറ്റ്സറിൻ്റെ സൈഡിൽ നിന്ന് കണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ്. നെക്സ്റ്റ് റൗണ്ടിൽ അവരുടെ ഒപ്പോണൻസ് ആരാണ്, അപ്പോൾ പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ടിനെ കുറിച്ച് തൽക്കാലം നമ്മൾ തൊടുന്നില്ല, ഗ്രൂപ്പ് റൗണ്ടിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഒരു കറുത്ത കുതിരകൾ എന്ന് പറയുന്നത് ജോർജിയാണ്. അപ്പം ജോർജിയൻ്റെ ഒരു പെർഫോമൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മാച്ച് അവർ തോറ്റു, രണ്ടാമത്തെ മാച്ച് അവർ സമനിലയിലേക്ക് എത്തി, മൂന്നാമത്തെ മാച്ച് അവർ ജയിച്ചു. ഫസ്റ്റ് മാച്ച് തുർക്കിക്കെതിരാണ് തോക്കുന്നത്. തുർക്കിക്കെതിരെ തോറ്റെങ്കിലും ഈ ഒരു ബോറിങ് യൂറോ കപ്പിൽ, അതായത് പല മാച്ചും ഭയങ്കര ബോറിംഗ് ആയിരുന്നു, അതിൻ്റെ ഇടയിൽ മരുഭൂമിയിൽ പെയ്ത ഒരു മഴ പോലെ കിട്ടിയ ഒരു മാച്ചായിരുന്നു ശരിക്കും തുർക്കി വേഴ്സസ് ജോർജിയ എന്ന് പറയുന്നത്. ഗംഭീര മാച്ചായിരുന്നു. ജോർജിയ എത്രത്തോളം അറ്റാക്കിംഗ് വൈസ് ഡേഞ്ചറസ് ആണ്, അപ്പം അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നൊരു മാച്ചായിരുന്നു ശരിക്കും തുർക്കി വേഴ്സസ് ജോർജിയ മാച്ച്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അന്ന് തോറ്റു, പിന്നീട് ചെക്കിനെതിരെ വന്നിട്ട് അവരൊരു ഡ്രോ പിടിച്ചു. പിന്നീട് ഇതാ നമ്മുടെ പോർച്ചുഗലിനെതിരെ വന്നിട്ട് പോർച്ചുഗലിനെ 2-0 കീഴടക്കി. അപ്പോൾ അത് നിസാരമായിട്ടുള്ള കാര്യമല്ല. പോർച്ചുഗൽ ഡെഫിനറ്റ്ലി ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഫേവറേറ്റ്സ് ആണ്. ഇപ്പം പോർച്ചുഗൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ബെർണാഡോ സിൽവനെയും ബ്രൂണോ ഫെർണാണ്ടസിനെയും ഒക്കെ ബെഞ്ചിലിരുത്തിയിട്ടുണ്ടായിരുന്നു. റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ബെഞ്ചിലിരുന്നാലും പോർച്ചുഗലിലെ ടീം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇനാസിയോ ഉണ്ട്, ആൻ്റോണിയോ സിൽവയുണ്ട്, അവിടെ ഡാലോ ഉണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സുണ്ട്. മിഡിൽ ജാവോ നെവസ് ഉണ്ട്, റൂബൻ നെവസും സ്റ്റാർട്ട് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ, കോൺസിയാവോ ഉണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ഫെലിക്സ് ഉണ്ട്. അപ്പം ഈ ഒരു സ്ക്വാഡിനെ 2-0 കീഴടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഫസ്റ്റ് കൊറഡോണയാണ് ഗോൾ അടിക്കുന്നത്. കൊറഡോണ ഗോൾ അടിക്കുന്ന സമയത്ത് ഇവരാണ്ട് ഓപ്പണാക്കി ഇട്ട് കൊടുത്ത് ഡിഫൻസ് മൂപ്പർ കൂളായിട്ട് പോയി ഗോൾ അടിച്ചു, പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് നല്ല സൂപ്പർ ഗോളായിരുന്നു. അപ്പോൾ ഗോൾ അടിക്കുന്ന ആരാണ്? കൊറഡോണ. അതായത് ക്വിച്ചാ ക്വാററ്റ്സ്കേറിയ. അസിസ്റ്റ് കൊടുക്കുന്ന ആരാണ്? മിക്കോറ്റാഡ്സ്. അപ്പം ഈ മിക്കോറ്റാഡ്സ് എന്ന് പറയുന്ന മനുഷ്യൻ വല്ലാത്ത ജാതി പ്ലെയറാണ്. അപ്പം അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് 2-ലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളെ ഇനിയും ലീഗ് 2-ൽ നിർത്തരുതെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇവിടെ നൈസായിട്ട് ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം നല്ല ഗംഭീര പെർഫോമൻസ് ആണ് ശരിക്കും കാഴ്ചവെച്ചിട്ടുള്ളത്. ആളുടെ പാസിങ് ശരിക്കും നെക്സ്റ്റ് ലെവലാണ്. ഇപ്പോൾ പറയുമ്പോൾ ആളൊരു സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടൊക്കെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ പൊതുവെ ഒരു സ്ട്രൈക്കറിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പാസിങ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ആ മനുഷ്യൻക്കുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നിലവിലെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗ് 2-ലാണ്. അദ്ദേഹത്തിൻ്റെ ടീം മെറ്റ്സ് ആണ്. അപ്പോൾ അദ്ദേഹം മെയിൻ സ്ട്രീം ഫുട്ബോളിലേക്ക് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഈ അടുത്ത കാലത്താണ് അവർ വരുന്നത്. പക്ഷേ അദ്ദേഹം ഡെഫിനറ്റ്ലി ഈ യൂറോയിലെ ഒരു സ്റ്റാറായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ജോർജിയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു യങ്ങർ ജനറേഷൻ, കൊറഡോണ അടങ്ങുന്ന, പിന്നെ അവരുടെ ഗോൾ കീപ്പർ ലാസ്റ്റ് മാച്ചിൽ ഈ പോർച്ചുഗലിനെതിരെയുള്ള മാച്ചിലൊക്കെ ഗംഭീര സേവുകളാണ് നടത്തിയിട്ടുള്ളത്. അടിപൊളി സേവുകളാണ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് സേവുകൾ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, അല്ലെങ്കിൽ ജോർജിയക്കാരുടെ പേര് പറയുന്നത് ഭയങ്കര മുഷ്കിലായിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ജോർജിയ ഈസ് വൺ ടു വാച്ച് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ മേ ബി ഞെട്ടിക്കാം. നെക്സ്റ്റ് റൗണ്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ മിക്കോറ്റാഡ്സെയും
കൊറഡോണയും എസ്പെഷ്യലി മിക്വിറ്റാഡ്സ് ഈ ടൂർണമെൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ തുർക്കിക്കെതിരെയുള്ള മാച്ചിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഡിഫൻസിന് ഇങ്ങനെ മൂപ്പര് പലപ്പോഴും ആട്ടുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ ചിലപ്പം വില കൂടാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഈ കറുത്ത കുതിരകൾ എന്നുള്ള ടോപ്പിക്ക് തൽക്കാലം വിട്ടു. അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മളെ കാര്യമായിട്ട് ഞെട്ടിച്ചിട്ടുള്ള ആൾക്കാർ. ഓക്കെ, പിന്നെ റൊമാനിയ കൂടെ ഉണ്ട്. വീഡിയോയിലൊരു കട്ട് വന്ന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ റൊമാനിയനെ കുറിച്ച് പറയുന്ന സമയത്ത് ബെൽജിയവും സ്ലോവാക്കിയയും യുക്രൈനൊക്കെ ഉള്ള ഗ്രൂപ്പിൽ അവർ ടോപ്പിൽ ഫിനിഷ് ചെയ്തു. അപ്പോൾ റൊമാനിയനെ കുറിച്ച് ഞാൻ ശരിക്കും കൂടുതൽ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളി കണ്ടിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളാരെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയും, അപ്പോൾ നമുക്ക് അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതാണ് ഞാൻ തുടക്കത്തിലും റൊമാനിയനെ കുറിച്ച് പറയാതിരുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു കട്ടും വന്നു, കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ജർമ്മനീനെ കുറിച്ചാണ്. അപ്പോൾ ജർമ്മനിയെ കുറിച്ച് പറയുന്ന സമയത്ത് ജർമ്മനി ഈ ഒരു യൂറോ കപ്പിലേക്ക് ഡെഫിനറ്റ്ലി ഫേവറേറ്റ്സായി വന്നിട്ടുള്ളൊരു സൈഡാണ്. അപ്പം അവർ ഫേവറേറ്റ്സ് ആണെന്ന് നമ്മൾ എത്രത്തോളം വിചാരിച്ചോ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഫസ്റ്റ് മാച്ചിൽ തന്നെ അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. അവർ സ്കോട്ട്ലൻഡിനെ തകർത്തു, ദെൻ അവർ ഹംഗറിനെ കീഴടക്കുന്നുണ്ട്, ദെൻ സ്വിറ്റ്സർലാൻഡിനോട് സമനില വഴങ്ങുന്നൊരു കാഴ്ചയെ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് 2 മാച്ചിലൊക്കെ ഫ്ലോറിയൻ വിർട്സ് ആണെങ്കിലും ജമാൽ മുസിയാല ആണെങ്കിലും എല്ലാം അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സ്വിറ്റ്സർലാൻഡിനെതിരെ വരുമ്പോൾ ടീം ഒരു ബിറ്റ് താഴേക്ക് പോയി. എനിവേ അവർക്ക് 7 പോയിൻ്റ് നേടി ഗ്രൂപ്പിൽ ടോപ്പ് ആവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാച്ച് സമനിലായെന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ജർമ്മനിനെ ഒരിക്കലും വില കുറച്ച് കാണേണ്ടതില്ല. അവർക്ക് എങ്ങനെയായാലും ഗംഭീരമായിട്ടുള്ള സ്ക്വാഡുണ്ട്. ടോണി ക്രൂസിനെ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ട്, ഫ്ലോറിയൻ വിർട്സ് ഉണ്ട്, അവർക്ക് ജമാൽ മുസിയാലയുണ്ട്, പിന്നെ അവർക്ക് നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്. പക്ഷേ ഡിഫൻസ് പലപ്പോഴും പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടീമാണ് ഡെഫിനറ്റ്ലി ജർമ്മനി എന്ന് പറയുന്നത്. അത് ഞാൻ മുമ്പും വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ജർമ്മനിനെ കുറിച്ചിപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ അവിടെ ഇയാൾ കൊടുത്തിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ജൂലിയൻ നെഗൽസ്മാൻ കൊടുത്തിട്ടുള്ള ഇമ്പാക്റ്റ് ശരിക്കും വലുത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ടോട്ടലി തകർന്നിരുന്നൊരു ടീമിനെ ഹാൻസി ഫ്ലിക്ക് പോയ ശേഷം ജോക്കിം ലോ പോയ ശേഷം തകർന്നൊരു ടീം. ജോക്കിം ലോൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹാൻസി ഫ്ലിക്ക് വന്നു. ഹാൻസി ഫ്ലിക്ക് വലിയ പ്രതീക്ഷയോടെയാണ് വന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് വന്നത് ജൂലിയൻ നെഗൽസ്മാനാണ്. ജൂലിയൻ നെഗൽസ്മാൻ വന്നപ്പോൾ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ്, ആൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ സ്കോഡിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നിക്കോൾ സ്യൂളനെ അദ്ദേഹം റൈറ്റ് ബാക്ക് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹാവർട്സിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3-5-2, 4-3-3 പല ഷേപ്പുകൾ ആൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഒരു 4-2-1-3 എന്ന് പറയുന്ന ഒരു ഷേപ്പിലേക്ക് അദ്ദേഹം എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഗ്രൗണ്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് സത്യം. അപ്പം അതാണ് ജർമ്മനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ജർമ്മനിൻ്റെ ഈ ഒരു ബെറ്റർ പെർഫോമൻസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും ജൂലിയൻ നെഗൽസ്മാനാണ്. ലാസ്റ്റ് മാച്ചിലെ പെർഫോമൻസ് അവരെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ആൻഡ് അത് വെച്ചിട്ട് നമ്മളൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റിൽ എത്തണ്ട. നെക്സ്റ്റ് റൗണ്ട് എന്തായാലും നമുക്ക് കാണാം. എനിവേ ടൈറ്റ് ഫിക്സറാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ക്വാർട്ടർ ഫൈനലിലേക്കൊക്കെ എത്തുമ്പോൾ വരാനുള്ളത്. അത് നമുക്കെന്തായാലും സംസാരിക്കാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? പോർച്ചുഗലിനെ കുറിച്ചാണ്. പോർച്ചുഗലിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മാച്ചിലേക്ക് നോക്കുമ്പം അവർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മാച്ചിൽ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാക്റ്റിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു തട്ടിമുട്ടി വിജയമാണ് ശരിക്കും ആ ഒരു മാച്ചിൽ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പിന്നീട് അടുത്ത മാച്ചിലേക്ക് വരുമ്പം ഒരു ഡോമിനൻറ്റ് പെർഫോമൻസ് നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഗോളടിച്ച് കൂട്ടാനും അതുപോലെ എപ്പോഴും ബിഗ് മാച്ചിൽ നിറം മങ്ങിപ്പോകുന്ന അവരുടെ പ്ലെയറാണ് നമ്മുടെ ബെർണാഡോ സിൽവ കാര്യമായിട്ട് ഫോമിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ ടോട്ടലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. പെപ്പെ ഭയങ്കരമായിട്ടുള്ള തൻ്റെ ആ ഒരു ക്വാളിറ്റി കാണിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ്. ആൻഡ് ഫൈനലി ഇപ്പോൾ ജോർജിയൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൊരു അടി വല്ലാത്തൊരു അടിയാണ്. അത് കാര്യമായിട്ടുള്ളൊരു അടിയാണ്. അപ്പോൾ അത് അവരെത്രത്തോളം മോശമായിട്ട് ബാധിക്കും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവർ ബെർണാഡോ സിൽവനെ ആണെങ്കിലും ജാവോ ക്യാൻസലോനെ ആണെങ്കിലും ബ്രൂണോ ഫെർണാണ്ടസിനെ ആണെങ്കിലും ഒന്നും ആ ഒരു ലാസ്റ്റ് മാച്ചിൽ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് മാച്ചിൽ അവരൊക്കെ ഗ്രൗണ്ടിലേക്ക് വരും. അപ്പോൾ അത് മിക്കവാറും അവർക്കൊരു ബൂസ്റ്റ് നൽകും, സംശയമില്ലാത്ത കാര്യമാണ്.
പിന്നെ റൊണാൾഡോയിലേക്ക് ഇനിയും കൂടുതൽ കൃത്യമായിട്ടുള്ള ഡെലിവറി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗോളുകൾ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രോസസ് ഒന്നും കാര്യമായിട്ട് റൊണാൾഡോനെ ഫൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ റൊണാൾഡോനെ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഏകദേശം 70 മിനിറ്റിലെങ്ങാനും റോബർട്ടോ മാർട്ടിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും റൊണാൾഡോ ഫ്യൂറിയസ് ആവുന്നൊരു കാഴ്ചയൊക്കെ കണ്ടു. റൊണാൾഡോ എപ്പോഴും ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ റൊണാൾഡോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു റൊണാൾഡോ ഇവിടെ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഗോൾഡൻ ചാൻസ് ഒക്കെ ചിലപ്പോൾ റൊണാൾഡോ ആണെങ്കിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ഹൈപ്പോത്തറ്റിക്കലാണ്. ഓക്കെ, അപ്പോൾ അതാണ് പോർച്ചുഗലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയും. പിന്നെ അടുത്ത് നമ്മൾ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ച്? ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയാം. ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത്ര ബോറിംഗ് ഫുട്ബോൾ കളിച്ചിട്ടും ഗ്രൂപ്പിൽ അവർ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതും 5 പോയിൻറ്റ് നേടിയിട്ടാണ് 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല 5 പോയിൻറ്റ് നേടിയിട്ട് വേറെ ആരെങ്കിലും 1-ാം സ്ഥാനത്ത് ഫിനിഷ്. റൊമാനിയക്ക് 4 പോയിൻറ്റുള്ള 1-ാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്തു. അപ്പോൾ വെറും 5 പോയിൻറ്റ് നേടിയിട്ട് അവർ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് അവരുടെ ടോട്ടൽ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഒന്നാന്തരം മണ്ടത്തരങ്ങളാണ് അവിടെ നമ്മുടെ സൗത്ത് ഗേറ്റ് പലപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥയാണ്. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലേക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് മാച്ചിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ ലെഫ്റ്റ് വിങ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചിലപ്പോൾ ട്രിപ്പിയർ, ചിലപ്പോൾ ഫോർഡൻ, ചിലപ്പോൾ ബെല്ലിംഗ്ഹാം. അപ്പോൾ എന്താണ് അവിടെ ഗോർഡൻ ഇറക്കാൻ ഇത്ര മടി? പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ചില സമയത്ത് 3 നമ്പർ 10s ഒരേ സമയം ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഫോർഡൻ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ കോൾ പാമർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറൊരു പ്ലെയറും ഉണ്ടായിരുന്നു, ബെല്ലിംഗ്ഹാം ഉണ്ടായിരുന്നു. അപ്പോൾ 3 ആൾ ഒരേ സമയം ഗ്രൗണ്ടിൽ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ അപ്പോൾ ഇത്രയും നമ്പർ 10s യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ യൂസ് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ വിടുത്ത് ഹോൾഡ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള വിങ് ബാക്സ് വേണ്ടേ, ഒഫൻസീവ് വിങ് ബാക്സ് വേണ്ടേ? അവരെയും പിടിച്ച് ഗ്രൗണ്ടിലിരുത്തി, ബെഞ്ചിലിരുത്തി. പിന്നെ എന്ത് കാര്യം? പിന്നെ എന്താണ് സൗത്ത് ഗേറ്റ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇവർ ഗ്രൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഈ ഹാരി കെയ്ൻ അത്രയും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസാണ് എപ്പോഴും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇമ്പോർട്ടൻറ്റ് സമയങ്ങളിൽ അദ്ദേഹം ഒലി വാറ്റ്കിൻസിനെ കൊണ്ടുവരുന്നില്ല. ഒലി വാറ്റ്കിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പേസിയാണ്, ട്രിക്കിയാണ്, സ്വാഭാവികമായിട്ടും ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള എബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടീമിനത് അപ്ലിഫ്റ്റ് ചെയ്യും, 100% ഉറപ്പായുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം അതിന് മെനക്കെടുന്നില്ല. അത് വല്ലാത്തൊരു പരിപാടിയായി പോയി. പിന്നെ നമ്മുടെ മിഡിലേക്ക് വരുന്ന സമയത്ത് ഗാലൈഗറിന് സ്റ്റാർട്ടറായി വന്നപ്പോഴും വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂട്ടായി വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നല്ലാതെ സ്റ്റാർട്ടറായി വന്നപ്പം കാര്യങ്ങൾ പാളിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വാർട്ടനെ ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ മൈനുവിനെ ട്രൈ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ മൈനു വന്ന സമയത്ത് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുന്നത് അവിടെ കോൾ പാമറും അതുപോലെ മൈനും കോമ്പിനേഷനിലാണ്. അവരുടെ കോമ്പിനേഷനിലാണ് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ മാച്ചിൽ, അതായത് ലാസ്റ്റ് മാച്ചിൽ ആർക്കെതിരാണ് ആ മാച്ച് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ആ ഒരു മാച്ചിൽ ഈ ഒരു ഇംഗ്ലണ്ട് ടീമിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാസപ്പെടാറ് വരുന്നത് 92-ാം മിനിറ്റിൽ നമ്മുടെ ഗോർഡൻ സെൻറ്ററിലേക്ക് കൊടുത്തൊരു പാസ്സാണ് മാച്ചിലെ ഏറ്റവും ബെസ്റ്റ് പാസ്. അല്ലെങ്കിൽ ഏറ്റവും ആ മാച്ചിൽ ഇംഗ്ലണ്ടിന് വന്ന ഏകൊരു സ്പ്ലിറ്റിംഗ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഗോർഡൻ കൊടുത്തിട്ടുള്ള പാസ്സാണ്. ഇത്രയും ടാലൻറ്റഡായ സ്ക്വാഡ് വെച്ചിട്ട് ആ ഒരു പാസ് അവിടെ നിന്ന് വരുത്തിക്കാൻ, ആ 90 മിനിറ്റ് വരെ വരുത്തിക്കാൻ സൗത്ത് ഗേറ്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും സൗത്ത് ഗേറ്റ് എന്ന മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത്രയും ടാലൻ്റ് ഉണ്ട്, പ്രോപ്പറായിട്ട് സൗത്ത് ഗേറ്റ് അവരെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ടീമിൽ എത്ര പ്രോബ്ലം ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ സൗത്ത് ഗേറ്റിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നേരം വേണം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് സത്യാവസ്ഥ. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം ഇപ്പോൾ അടുത്ത മാച്ചിൽ ആരൊക്കെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. കോൾ പാമർ ബെഞ്ചിൽ നിന്നല്ല, അദ്ദേഹം ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഫോർഡൻ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരുന്നില്ല. ഫോർഡനെ ചിലപ്പോൾ മാറ്റിയേക്കും. നാച്ചുറൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ശരിക്കും അർണോൾഡിനെ കാണാൻ ആഗ്രഹമുണ്ട്. എന്നാൽ കുറേ കൂടി ക്രോസസ് ഒക്കെ ഇനിയിപ്പോൾ അവിടെ ഹാരി കെയ്ൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വാറ്റ്കിൻസ് ആണെങ്കിലും അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഐവാൻ ടോണിയൊക്കെ ബെഞ്ചിലുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിർത്താം. ഫോൺ ചാർജ് ചെയ്യാനായി. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ടോട്ടലി ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.